സിദ്ദിഖ്, ലാൽ എന്നീ സംവിധായക ദ്വന്ദ്ങ്ങളുടെ അരങ്ങേറ്റ ചിത്രമായിരുന്നു റാംജി റാവു സ്പീക്കിംഗ്. രചനയും സിദ്ദിഖ് ലാലിൻ്റേത് തന്നെ. 1989 റിലീസ് ചെയ്തു ചിത്രം. സായ് കുമാർ, മുകേഷ്, ഇന്നസെന്റ്, വിജയരാഘവൻ, ദേവൻ, രേഖ, ശങ്കരാടി, സുകുമാരി, കുഞ്ചൻ, മാമുക്കോയ തുടങ്ങി വലിയൊരു താരനിര ചിത്രത്തിന് വേണ്ടി അണിനിരന്നിരുന്നു. തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത റാംജി റാവു സ്പീക്കിംഗ് അക്കൊല്ലത്തെ ഗംഭീര വിജയങ്ങളിൽ ഒന്നായിരുന്നു. ചിത്രത്തിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. നൊമ്പരങ്ങൾക്ക് സുല്ല് എന്നായിരുന്നു ചിത്രത്തിനായി ആദ്യം കണ്ടുവച്ച പേര്. റാംജി റാവു സ്പീക്കിംഗ് എന്ന് പേരിട്ടത് സിദ്ദിഖ് ലാലിൻ്റെ ഗുരുവും സംവിധായകനുമായ ഫാസിലായിരുന്നു. ആദ്യ ചിത്രം തന്നെ ഗംഭീര വിജയമായതോടെ പിന്നീട് എല്ലാ ചിത്രങ്ങൾക്കും ഇംഗ്ലീഷ് പേരുകളാണ് സിദ്ദിഖ് ലാൽ തിരഞ്ഞെടുത്തത്. സായ് കുമാർ എന്ന മികച്ചൊരു നടനെ സംഭാവന ചെയ്ത ചിത്രം കൂടിയാണ് റാംജി റാവു സ്പീക്കിംഗ്. സായ് കുമാർ മാത്രമല്ല, രേഖ, NF വർഗീസ്, ഹരിശ്രീ അശോകൻ, സംഗീത സംവിധായകനായ S ബാലകൃഷ്ണൻ എന്നിവരുടെയെല്ലാം അരങ്ങേറ്റ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ മോഹൻലാലിനെ നായകനാക്കണമെന്നായിരുന്നു സിദ്ദിഖ് ലാലിൻ്റെ ആഗ്രഹം. പക്ഷേ പുതുമുഖ സംവിധായകരായതിനാൽ അവർ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് സായ് കുമാർ എത്തുന്നത്. നായികയായി ആദ്യം തീരുമാനിച്ചത് ശോഭനയെ. പക്ഷേ തിരക്കായതിനാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പകരമെത്തിയത് രേഖ. മിമിക്രി കാലത്തെ കൂട്ടുകാരനായിരുന്ന ഹരിശ്രീ അശോകന് തങ്ങളുടെ സിനിമയിൽ അവസരം നൽകി സിദ്ദിഖ് ലാൽ. സന്ധ്യാവ് എന്നായിരുന്നു ഹരിശ്രീയുടെ കഥാപാത്രത്തിൻ്റെ പേര്. സിദ്ദിഖിൻ്റെ കൂട്ടുകാരൻ്റെ പേരായിരുന്നു അത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഒറിയ, കന്നഡ, ബംഗാളി, പഞ്ചാബി തുടങ്ങി 7 ഇന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു റാംജി റാവു സ്പീക്കിംഗ്. തമിഴ് റീമേക്കിൻ്റെ സംവിധായകൻ ഫാസിലായിരുന്നു. ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തതാകട്ടെ പ്രിയദർശനും.